പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 11-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, അപ്പാ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. അപ്പാ കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കർത്താവിനൊന്ന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് നമ്മുടെ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അത്ഭുതമായി ജയോത്സവമായി നമ്മളെ നടത്തുന്ന കൃപകൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരമുയർത്തി പറ ഹല്ലേലൂയ, കരമുയർത്തി പറ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. 77-ാം സങ്കീർത്തനം പറയുക, അതിൻ്റെ 11-ാമത്തെ വാക്യം, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, കർത്താവിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ കർത്താവിൻ്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, കർത്താവിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. അതിൻ്റെ 13-ാമത്തെ വാക്യം, ദൈവമേ അങ്ങയുടെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ആമേൻ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. കർത്താവിൻ്റെ ബലത്തെ കർത്താവ് ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലും കർത്താവിൻ്റെ ബലം നമ്മുടെ നടുവിൽ വെളിപ്പെടും. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരിലൂടെ കർത്താവിൻ്റെ ബലം കർത്താവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ രോഗത്തിൽ ദൈവിക ബലം വെളിപ്പെടും, നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവിക ബലം വെളിപ്പെടും. ആ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും വെളിപ്പെടും. അത്ഭുതങ്ങളെ നടത്തുന്ന പകലായി മാറും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിന്മേൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കും. ആമേൻ. ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ മാറട്ടെ, ബലഹീനതകൾ മാറട്ടെ. ആമേൻ. ദൈവിക ആശ്വാസം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് വരട്ടെ. ഡിവൈൻ ഹെൽത്ത്, ദൈവിക ആരോഗ്യം വരട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതുപോലെ കർത്താവേ, സാമ്പത്തിക ആവശ്യങ്ങളിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ജോലിയുടെ വിഷയങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ദേശങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ആമേൻ. ദൈവസഭ ശക്തി പ്രാപിക്കട്ടെ. ശരീരമാകുന്ന സഭ മഹത്വം വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഇന്നലത്തെ ഈ പോയ തിങ്കൾ ബുധൻ മീറ്റിങ്ങളെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ നാളത്തെ സഭായോഗത്തെ ഓർക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക അത്ഭുതങ്ങൾ നടക്കണം കർത്താവെ. ഞങ്ങൾ കർത്താവെ ഈ പുതിയ ജനറേഷന് വേണ്ടി കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കും. അവർ കർത്താവെ മാതാപിതാക്കളെ അനുസരിച്ച് ദൈവകൃപയിൽ വളരുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. അങ്ങയുടെ സാന്നിധ്യത്താൽ അവരെ നിറയ്ക്കണമേ, അവരെ അത്ഭുതമാക്കി തീർക്കണമേ. കർത്താവെ, അങ്ങയുടെ നാമം അവരിലൂടെ മഹിമപ്പെടുവാൻ കർത്താവിയുടെ വരുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയർപ്പിക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവ് അനുവദിച്ചാൽ നാളെയും നമ്മുടെ സഭായോഗം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ സദൃശ്യവാക്യത്തിൽ നിന്നുമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന. 13-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യം 13:20. ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. ആമേൻ. ജ്ഞാനികളോടുകൂടെ നടക്കുക, നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. അതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നതായ ആലോചന. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക. ജ്ഞാനികളോടുകൂടെ നടക്കുക, എന്നാൽ നീയും ജ്ഞാനിയാകും. അവൻ ഭോഷന്മാരോട് കൂട്ടാളിയായവനോ അവൻ വ്യസനിക്കേണ്ടി വരുമെന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആമേൻ, നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ ആരോട് അസോസിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു,
ആരോടുകൂടെ കൂടുതൽ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ വാൺ ചെയ്യുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? അത് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഷേപ്പ് ചെയ്യും, നമ്മൾ വാല്യൂസിനെ ഷേപ്പ് ചെയ്യും, നമ്മുടെ ഡയറക്ഷനെ ഷേപ്പ് ചെയ്യും. അപ്പം നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരാം, നമ്മുടെ വാല്യൂസിന് മാറ്റം വരാം, നമ്മുടെ ഡയറക്ഷനുകൾക്ക് മാറ്റം വരാം. ആമേൻ. നമ്മുടെ കൂടെ നടക്കുന്നവർ ഒരുപക്ഷെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ സാധ്യതയുണ്ട്, ഒരുപക്ഷെ നമ്മളെ ദൈവത്തിൽ നിന്ന് ഗ്രാജുവലി നമ്മളെ പുൾ എവേ മാറ്റിക്കൊണ്ടു പോകാനും സാധ്യതയുണ്ട്. സോ അസോസിയേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ്. പക്ഷേ ഇത് വളരെ സൈലൻ്റായിട്ടായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു പെട്ടെന്ന് നമുക്ക് മാറ്റം ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഗ്രാജുവലി നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനിഷ്യലി നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ആദ്യ സമയങ്ങളിൽ നമുക്കൊന്നും തോന്നിയെന്ന് വരത്തില്ല. പക്ഷേ കാലക്രമേണ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത നമ്മുടെ ക്ലോസ് ഫ്രണ്ട്, നമ്മളുമായിട്ട് കൂടുതൽ സഹകരിക്കുന്ന ആൾ ഒരു പ്രാർത്ഥനാ വീരനാണെങ്കിൽ നമ്മളും പ്രാർത്ഥിക്കാൻ നമുക്കൊരു ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരിക്കും. കാരണം ഈ മനുഷ്യൻ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരിക്കും. ഇദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ അന്യഭാഷകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പ്രാർത്ഥിക്കണം എന്നൊരു ബോധ്യം വരും. സപ്പോസ് ഇപ്പോൾ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഈ കൂട്ടുകാരി ഭയങ്കരമായിട്ട് ദൈവവചനത്തിൽ താല്പര്യമുള്ള ആരാണെങ്കിൽ നമുക്കും ആ ഒരു താല്പര്യം വരും. വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരാളിലൂടെ നടക്കുമ്പോൾ നമുക്കും എന്ത് വരും, കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കണം എന്ന ഒരു ആഗ്രഹമുണ്ടാകും. എന്നാൽ ഈ ഒരു അടുത്ത വേറൊരു ലൈനിൽ ചിന്തിച്ചാൽ നമ്മൾ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾ ഈ ലോകപരമായ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ള ആളാണെങ്കിൽ നമ്മളും എന്ത് ചെയ്യും, നമുക്കും അങ്ങോട്ടുള്ള ചിന്തകൾ വർദ്ധിക്കും, നമുക്കും നമ്മുടെ വാക്കുകൾ ലൗകികമായ വാക്കുകളായി മാറും. ഇതൊക്കെ ലോകപരമായി സംഭവിക്കുന്നു. ഈ 1 കൊരിന്ത്യർ 15 അധ്യായം 33 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാ പറയുക, ഈവിൽ കമ്മ്യൂണിക്കേഷൻ കറപ്റ്റ് ഗുഡ് മാനേഴ്സ്. അതായത് നമ്മൾ ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈവിൽ കമ്മ്യൂണിക്കേഷൻസ്, തെറ്റായ കൂട്ടുകെട്ടുകൾ എന്തുവരും നമ്മുടെ നല്ല കാര്യങ്ങളെയൊക്കെ മാറ്റിക്കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു, ആരോടുകൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജോഷുവ ആരുടെ കൂടെ നടന്നത്? ജോഷുവ മോശയുടെ കൂടെ നടന്നത്. വിശ്വാസം പഠിച്ചു, ലീഡർഷിപ്പ് പഠിച്ചു, ദൈവത്തോടുള്ള ആഴമായ സ്നേഹവും ബന്ധവും പഠിച്ചു. അതുകൊണ്ട് എന്തു പറ്റി, അടുത്ത ലീഡറായി മോശയ്ക്ക് ശേഷം ജോഷുവ ഉയരുകയും ജോഷുവ എന്ത് ചെയ്തു, ദൈവജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരുക്കപ്പെടുകയും ചെയ്തു. സോ യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ ചേർന്ന് നടന്നപ്പോൾ, ദിനം പ്രതി യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ അവരും എന്ത് ചെയ്തു, കാലക്രമേണ അവരുടെ ജീവിതവും സ്വഭാവവും മാറി. അവരും എന്തായി മാറി, നല്ല ശിഷ്യന്മാരായി തീർന്നു, നല്ല സാക്ഷികളായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ ലൈഫിനെ കൂടുതലായി, നമ്മുടെ ജീവിതത്തോട് കൂടുതൽ സംസാരിക്കുന്ന ആരാണ്? നമ്മൾ കൂടുതൽ കേൾക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കൂടുതൽ നമ്മൾ ആരോട് ഇടപെടുന്നു, അവർ നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ ആരെ കൂടുതൽ കേൾക്കുന്നു, അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആരാണ് നമ്മുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഏറ്റവും നല്ല ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ എൻ്റെ ആത്മീക ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതാണോ അതോ പൊളിച്ചു കളയുന്നതാണോ? ഞാൻ എൻ്റെ ഈ കൂട്ടുകാർ മുഖാന്തരം, ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എൻ്റെ ബന്ധുക്കൾ മുഖാന്തരം യേശുവിനോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ അതോ കുറഞ്ഞു പോവുകയാണോ? ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ആ കൂട്ടുകെട്ട് കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പ് വർദ്ധിക്കുകയും വേണം. അത് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും ഫെലോഷിപ്പിലൂടെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. പ്രാർത്ഥനകളിലും ആരാധനകളിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഈ ലോകത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ മാക്സിമം നമ്മൾ കുറയ്ക്കുക. ഹല്ലേലൂയ. നമ്മൾ ആരുടെ കൂടെ സഹകരിച്ചാലും അവരെ വിശ്വാസത്തിൽ സ്ട്രോങ് ആക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുകൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ
കൂടുതൽ ഈ അന്ത്യകാലമാ സഹോദര, യേശുവിനെക്കുറിച്ച് പറ, കൂട്ടായ്മയെക്കുറിച്ച് പറ, ദൈവസഭയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറ. കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന് അത് കേൾക്കണം. അവർക്കും സഭയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ഒക്കെ സ്നേഹമുണ്ടാണ്. ചിലർ പറയും അവർക്ക് യേശുവിനെ സ്നേഹമാണ്, സഭയെ ഇഷ്ടമല്ല. നോ, അത് തെറ്റായ ധാരണയും. ഒരിക്കലും ശരീരമാണ് സഭ, തലയാണ് യേശു. യേശുവിനെ സ്നേഹിക്കുന്നവനെ സഭയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ട്രെയിൻ ഫ്രം ഹോം, വീട്ടിൽ നിന്ന് തന്നെ ട്രെയിനിങ് ഉണ്ടാകട്ടെ. അവർ പുറത്തു പോകുമ്പോൾ ട്രെയിനിങ് ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് നല്ല ഫൗണ്ടേഷൻ യേശുവിനെക്കുറിച്ച് ഉണ്ടാകട്ടെ. അതുണ്ടായിക്കഴിഞ്ഞാൽ മുൻപോട്ട് പോകുമ്പോൾ അവരുടെ യാത്രകളിൽ അത് അനുഗ്രഹമാകും. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ കൂടുതൽ ആരെ കേൾക്കുന്നു, നമ്മൾ കൂടുതൽ ആരോടുകൂടെ സഹകരിക്കുന്നു, നമ്മൾ കൂടുതൽ ആരുമായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കണം. ആത്മീകമായ ഒരു അഭിവൃദ്ധി ഉണ്ടായാൽ ബാക്കി എല്ലാത്തിനകത്തും അഭിവൃദ്ധി ഉണ്ടാകും കേട്ടോ. കർത്താവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. ഞാൻ കരങ്ങളെ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് ഈ ശബ്ദം കേട്ട, ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകട്ടെ, നല്ല അസോസിയേഷൻസ് ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ. നല്ല കർത്താവിൽ ഇവരെ ഉയർത്തുന്ന, വളർത്തുന്നവർ ഇവർക്ക് കൂട്ടുകാരായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി പറ. ആമേൻ. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.